വൈകുന്നേരം തൊട്ട് മഴയുടെ ചെറിയൊരു ലക്ഷണമൊക്കെ കാണിക്കുന്നുണ്ട്. ആകാശത്തോട്ട് നോക്കിയപ്പോൾ കാർമേഘം എല്ലാം ഒരു ചെറിയ ഇരുട്ട് പോലായി. അപ്പം അച്ഛനും സോനുവും ഞാനും നന്ദപ്പനും കൂടെ വെളിയിൽ ഇങ്ങനെ ഇരുന്ന് മേലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവർ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഞാനെന്നാൽ പിന്നെ കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ബാത്റൂമിൽ പോയി കുളിച്ചിട്ട് ഇറങ്ങിയ സമയത്താണെങ്കിൽ നല്ല കാറ്റ്. അപ്പം എനിക്ക് മനസ്സിലായി എന്തായാലും മഴ പെയ്യുന്നു. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു നമ്മളിങ്ങനെ അവിടെ തന്നെ നിൽക്കാൻ. ഇത്രയും ചൂടത്ത് ഇങ്ങനൊരു കാറ്റും മഴയും നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക അല്ലേ. എന്തായാലും അവിടെയൊക്കെ മഴയും കാറ്റൊക്കെ ഉണ്ടായോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഞാനിതിങ്ങനെ ആസ്വദിച്ചു കൊണ്ടേയിരിക്കുവാണ്. ആ ഇലയുടെ കളർ കണ്ടില്ലേ, ആ ചുമന്ന കളർ. പക്ഷേ ഈ ചുമന്ന കളർ എങ്ങനെ റബ്ബറിന് വന്നു എന്നാണ് ഞാൻ ആലോചിച്ചത്. പിന്നെ ആണെങ്കിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ വീഴാൻ തുടങ്ങി മഴത്തുള്ളികൾ. അപ്പോഴത്തേക്കും നല്ല കാറ്റടിച്ച് പിന്നെ ഒരു കാക്ക വന്നിരുന്നു. ഞാനോർത്തിനി പേടിച്ചിട്ടാണോ എന്ന്. അല്ല, പുള്ളിക്കാരൻ നമ്മുടെ ആ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് കുടിക്കുമെന്ന്. അത് കൊത്തിപ്പെറുക്കി വെള്ളമൊക്കെ കുടിച്ചിട്ട് പോയി. ഞാനപ്പം ആദ്യം പച്ചക്കറി വെച്ച് നമ്മുടെ തക്കാളിക്ക, പിന്നെ ആണെങ്കിൽ ഒരു തോരൻ വെക്കാമെന്ന് വിചാരിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അച്ഛൻ എന്തായാലും ഇന്ന് മുട്ടത്തോരൻ വെക്കാമെന്ന് വിചാരിച്ച് അത് കടുവ് പൊട്ടിക്കാൻ വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ മീൻ തിരിച്ചിടാൻ വേണ്ടി, മീനൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് തിരിച്ചിടുവാണെങ്കിൽ മീൻ ഇങ്ങനെ പൊടിയാതൊക്കെ നമുക്ക് തിരിഞ്ഞ് വീണ് കിട്ടും. അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ പാത്രം നല്ലപോലെ ചൂടായി. അപ്പോൾ പിന്നെ വേഗം ഞാൻ തീ കുറച്ച് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച്. എന്തായാലും തോരൻ വെക്കുമ്പം ഇതെല്ലാം ഇടുമല്ലോ, അതുകൊണ്ട് ഞാൻ അതെല്ലാം ഇട്ട് ബാക്കി മീനും ഞാൻ അവിടെ നിന്ന് തിരിച്ചിടുവാണ്. മീൻ പൊടിയാതെ തിരിച്ചിടാൻ, അത് കഴിഞ്ഞ് ഇങ്ങനെ മുരുമുരാന്നിരിക്കാനും പ്രത്യേകിച്ച് ചുമന്ന കോര, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനും കൂടാണ്. പിന്നെ ആണെങ്കിൽ ഇപ്പുറത്ത് ഞാൻ സവാള ഉള്ളി ഇട്ട് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ പച്ചക്കറി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പൊടിഞ്ഞ് ഒരു മീനിൻ്റെ കഷ്ണം തിരിഞ്ഞ് വീണപ്പോൾ അതെടുത്ത് ഞാൻ കമത്തി ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് നമ്മുടെ തേങ്ങയും കൂടി ഇട്ട് ഞാൻ നല്ലപോലെ അങ്ങോട്ട് ഇളക്കുവാണ്. ഇതെന്തായാലും നന്നായിട്ട് വാടി കിട്ടണം, അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മുടെ മുട്ടയും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. കുരുമുളക് പൊടി ലേശം മതി, പച്ചമുളക് ഇല്ലാഞ്ഞുകൊണ്ടാണ്. പച്ചമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ ആവശ്യമില്ല തോരൻ വെക്കുന്നതിനകത്ത്. അതില്ലാഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തീ കുറച്ചിട്ടിട്ട് ചിക്കി എടുക്കണം. എന്ന് വെച്ചാൽ ഒന്നേലൊന്നേൽ തൊടാതെ ചിക്കി അങ്ങനെ എടുക്കാനാണ് എനിക്കിഷ്ടം. അത് നല്ല ടേസ്റ്റുമാണ് നമ്മുടെ ഈ മുട്ടത്തോരൻ കഴിക്കാൻ. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഓരോ സൈഡായിട്ട് മുരിക്കാൻ വെച്ച്, നമ്മുടെ ഇങ്ങനെ നേരെ വെക്കുമ്പോൾ ആ നടുക്ക് കിടക്കുന്ന കഷ്ണം മാത്രമേ നല്ലപോലെ മുരിയത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചരിച്ച് കൊടുക്കണം. അപ്പം മീനിൻ്റെ എല്ലാ സൈഡും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണയുള്ള ഭാഗത്തോട്ട് ചരിച്ച് കൊടുക്കുന്നത്. പിന്നെ അച്ഛന് ചോറ് വിളമ്പി. അച്ഛൻ ഇന്ന് നേരത്തെ വന്ന് ഒരു 3-3:30 ആയപ്പോൾ ചോറുണ്ടില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ധൃതി വെച്ച് പെട്ടെന്ന് അതെല്ലാം റെഡിയാക്കിയിട്ട് അച്ഛന് ചോറ് വിളമ്പാൻ വേണ്ടി ചോറും കറിയെല്ലാം ഡൈനിങ് ടേബിളിൽ വിളമ്പി വെച്ചിട്ട് അച്ഛനെ വിളിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ തോരനും മീൻ വറുത്തതും പിന്നെ നമ്മുടെ തക്കാളിക്ക കറിയും അതിൻ്റെ കൂട്ടത്തിൽ ആ വലിയ ടിന്നിനകത്തിരിക്കുന്നത് അച്ചാറാണ്. അതിനകത്ത് സ്പൂൺ ഉണ്ടോ എന്ന് ഞാൻ പിന്നെ നോക്കി. സ്പൂൺ ഇല്ലെങ്കിൽ അതിനകത്ത് ഇടാൻ വേണ്ടി, പക്ഷേ അതിനകത്തൊരു സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്ലാസും കൂടെ എടുത്ത് ഞാൻ അച്ഛന് വെള്ളം കുടിക്കാനുള്ളതും കൂടെ വെച്ചിട്ട് അച്ഛനെ വിളിക്കാൻ പോയി. അപ്പോൾ പണി കഴിഞ്ഞ് വന്ന ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ കുറേ വട്ടം വിളിച്ചപ്പോഴാണ് എണ്ണീറ്റത്. കാരണം ചോറുണ്ണാതെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയാലോ. ഇപ്പോഴാണെങ്കിൽ മഴയും ചെറുതായിട്ട് പൊടിയുന്നുള്ളതുകൊണ്ട് ആ ചെറിയ കാറ്റും ഇതൊക്കെ ഉണ്ട്. മഴ പൊടിയുന്നത് കണ്ടുകൊണ്ട് നല്ല കാറ്റ്. ഇപ്പം നമുക്കൊരു ചായ കുടിച്ച് അടിപൊളിയാണെന്ന് പറഞ്ഞ് നേരെ അണ്ണനെ വിളിച്ചുകൊണ്ട് ഞാൻ ചായ കുടിക്കാമെന്ന് പറഞ്ഞു പോയി. അപ്പോഴത്തേക്ക് ഇവിടെ മഴ പെയ്യാൻ തുടങ്ങി. വലിയ രീതിയിലില്ലെങ്കിൽ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള മഴയും കാറ്റും എല്ലാം ഉണ്ട്. റോഡെല്ലാം നനഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഈ മഴ വരുമ്പോൾ നമുക്കൊരു നല്ല അല്ലേ ഇങ്ങനെ വെളിയിലൊക്കെ പോയി ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് പറയണേ. ഇവിടുന്ന് ഞാൻ ആദ്യം പറഞ്ഞ ചാരുമുട്ടിലോട്ട് പോകുന്നത്, എപ്പോഴും ചാരുമുട്ടി പോകുന്നതുകൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് നൂറിനാട്ടോട്ട് പോകാമെന്ന് പറഞ്ഞ് നേരെ നൂറിനാട്ടോട്ട് പോവാണ്. ഇതാണെങ്കിൽ മിലിറ്ററി ക്യാമ്പാണ്. എപ്പോഴും പട്ടാളക്കാർ തൂക്കം കൊണ്ട് ഇവിടെ നിൽക്കും. അതാണ് നമ്മുടെ നാടിൻ്റെ വലിയൊരു പ്രത്യേകത. ഇവിടുന്ന് നേരെ എന്നാൽ പാറയിലോട്ട് പോയി ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ എവിടെ ചായക്കടയുണ്ട്, പക്ഷേ ചായ കുടിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ നേരെ വന്നിട്ട് അഖിലിൻ്റെ വീടിൻ്റെ പാലുകാച്ചാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയാണ്. അഖിൽ എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള ഒരു സുഹൃത്താണ്. അപ്പം അവൻ എന്നെ പാലുകാച്ചിന് വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ എന്നെ വിളിച്ച് അപ്പം വീട്ടിൽ വന്ന് അവൻ്റെ വീടാണിത്. എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയൽ വർക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മൾ ഇവിടെ കവർ ചെയ്യാതെ പോകത്തില്ലല്ലോ. അടുക്കളയൊക്കെ കാണാൻ സൂപ്പർ. ഇപ്പോഴത്തെ മോഡേൺ രീതിയിലുള്ള അടുക്കളയൊക്കെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടുക്കളയുടെ ആ കബോർഡും ആ വർക്കും ഒക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഇപ്പുറത്തെ ലിവിങ് റൂമിൽ വന്നിട്ട് നമ്മുടെ
കണ്ണാടി എവിടെയാണെന്ന് മിററാണ് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്നത്. അങ്ങനെ നോക്കി നോക്കി നടന്നപ്പം ഇതിൻ്റെ അടിയിൽ എന്താണെന്ന് ആദ്യം ആലോചിച്ച് പിന്നെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ മിറർ കണ്ടാൽ വെറുതെ വിടത്തില്ലല്ലോ. ഇങ്ങനൊരു മിററിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സാധനം കേട്ടോ. പിന്നെ ആണെങ്കിൽ വെളിയിൽ വന്നിട്ട് ഫസ്റ്റ് നമ്മൾ വെളിയിലത്തെ വ്യൂ എടുക്കണമല്ലോ എന്നുള്ള കാര്യം ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് കയറിയപ്പോൾ മറന്നുപോയി. പിന്നെ ഞാൻ വെളിയിലോട്ട് നിന്നിട്ട് ഇതാണ് നമ്മുടെ അഖിലിൻ്റെ വീട്. ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ കറിയായിരുന്നു. ഫുഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാക്കം കഴിക്കുക എന്നുള്ളത് നമ്മുടെ അടുത്ത ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ ചിക്കൻ കറിയും കൂടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്. പിന്നാണെങ്കിൽ അതും ചിക്കൻ കറി ബിരിയാണിയും കൂടെ കൂട്ടി മാക്കം ഒരു പിടി അങ്ങോട്ട് പിടിച്ച് എൻ്റെ പൊന്നു മകളെ വിശന്നിരുന്നതുകൊണ്ടായിരുന്നു തോന്നുന്നു. അടാറ് ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ വന്നപ്പോൾ വലിയ തിരക്കില്ലെങ്കിലും നമ്മൾ കൈ കഴുകി വന്നപ്പോഴത്തേക്ക് ഭയങ്കര തിരക്ക്. സാന്ദ്ര ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇത് സോൻ്റെ കൂട്ടുകാരിയാണ്. പിന്നെ അവളോട് 2 സ്വള പറഞ്ഞിട്ട് ഞാൻ വെളിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണെങ്കിൽ വെളിയിൽ വന്ന് നിന്നപ്പോൾ ഷീജ ആൻറ്റിയെ കണ്ട് ഷീജ ആൻറ്റിയോട് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന്. അപ്പോൾ പിന്നെ അണ്ണൻ വന്ന്. പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇപ്പം മഴ തോന്നി നിൽക്കുന്നു. പക്ഷേ ഇതിനു മുമ്പ് മഴ ആയതുകൊണ്ടുള്ളതിൻ്റെ നല്ല തണുപ്പുണ്ടായിരുന്നു ഈ വണ്ടിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.